ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നല്ല ദിനത്തിൻ്റെ തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ നേരുക. ഒരു നിമിഷം നമ്മുടെ എല്ലാവരുടെയും കണ്ണുകളൊന്ന് അടയ്ക്കാം. എന്നിട്ട് നമ്മളുടെ വീട്ടിലെ ആ പ്രാർത്ഥനാ മുറി നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുസ്വരൂപം, ഛായാചിത്രം നമ്മുടെ മനസ്സിലേക്കൊന്ന് വരട്ടെ. ഓരോ ദിവസവും കുടുംബ പ്രാർത്ഥനയിലും പ്രത്യേക കാര്യങ്ങൾക്കായി ഭവനം വിട്ടിറങ്ങുമ്പോഴും പ്രാർത്ഥനയോടെ കരംകൂപ്പി നാം നിൽക്കുന്നത് ഈ തിരുഹൃദയ നടയിലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്, ബലം ഈശോയുടെ ഈ തിരുഹൃദയ നട തന്നെയാണ്. എത്ര വലിയ സങ്കടങ്ങൾ ആ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ നാം എണ്ണി പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ? നമുക്കുറപ്പാണ്, ആരും മനസ്സിലാക്കിയില്ലെങ്കിലും എൻ്റെ ഈശോ എന്നെ അറിയും, മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെയാണ് ആ തിരുഹൃദയത്തിൻ്റെ മുന്നിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ആവശ്യങ്ങളൊക്കെ ഒരു വ്യക്തിയോടെന്നതുപോലെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുന്നിൽ നാം എണ്ണി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ തിരുഹൃദയത്തിൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തു പരിപാലിക്കണേ. നിൻ്റെ ആ തിരുഹൃദയത്തിൽ എന്നും ഞങ്ങൾക്ക് ഇടം തരണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ മിഴികൾ നമുക്ക് തുറക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കരുത്ത് അതെത്ര വലിയ കരുത്താണ്. ഇന്നത്തെ ഈ തിരുവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും ഈശോയുടെ ആ തിരുഹൃദയ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് നാം മിഴികളടച്ച് കൊണ്ടുവന്നപ്പോഴും നമ്മളുടെ ആ കാഴ്ചയിൽ തെളിയുന്ന ആ ചിത്രം നമ്മോട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അതാണ് നമ്മുടെ ധ്യാന ചിന്തയായിട്ട് നാം ഇന്ന് എടുത്തിരിക്കുന്നത്. കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രധാനപ്പെട്ട കളികളിലൊന്ന് ഈ തിരുഹൃദയ ഈശോയുമായിട്ടുള്ള ഒളിച്ചും പാത്തുമുള്ള കളിയായിരുന്നു. കാരണം ഈശോയുടെ തിരുഹൃദയം വല്ലാതെ എന്നെ ഇങ്ങനെ കൊതിപ്പിച്ചിരുന്നു. കാരണം ഞാൻ വീടിൻ്റെ ആ മുറിയുടെ ഏത് മൂലക്ക് പോയിട്ട് ഇരുന്നിട്ട് പതുക്കെ ഇങ്ങനെ നോക്കിയാലും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഈശോ. പൊതുവേ നമ്മൾ ഒരാളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴേ അയാൾക്ക് നമ്മെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ വീട്ടിൽ വെച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഛായാചിത്രം നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ അങ്ങനെ തന്നെയാണ്. അതിനൊരു പ്രത്യേകത എന്താ? നമ്മൾ ഏത് വശത്ത് പോയി നിന്നാലും അവിടെ നിന്ന് നമ്മെ കാണുന്ന, നോക്കുന്ന ഒരു ഈശോയാണ്. ഞാൻ സോഫയുടെ അടിയിലൊക്കെ ഇങ്ങനെ പോയി കിടന്നിട്ട് പതുക്കെ കുളിഞ്ഞ് നോക്കിയിട്ടുണ്ട്, എന്നെ കാണാനുണ്ടാകും. അപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പുതപ്പുകൊണ്ട് ഇങ്ങനെ മൂടിയിട്ട് ഇങ്ങനെ പതിയെ കണ്ണ് തുറന്ന് നോക്കും, അപ്പോഴും എന്നെ കാണാനാണ്. ഇത് എന്നോട് അന്നേ തന്നെ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. എൻ്റെ മോനെ, നീ എവിടെ പോയാലും നിന്നെ കാണുന്ന, കരുതുന്ന ഒരു ദൈവമാണ് ഞാനെന്ന്. ഈശോയുടെ തിരുഹൃദയം നമ്മോട് പറഞ്ഞു തരുന്ന ഏറ്റവും മഹനീയമായ പാഠങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. എൻ്റെ കുഞ്ഞെ, നീ ഈ മുറിക്കകത്ത് മാത്രമല്ല, നീ എവിടെ പോയാലും നിന്നെ നോക്കിയിരിക്കുന്ന, കാത്തിരിക്കുന്ന, കാണുന്ന ഒരു ദൈവമാണ് ഞാൻ എന്നുള്ളതാണ്. എത്ര സുന്ദരമായിട്ടുള്ള ഒരു കാര്യം! നമ്മെ നോക്കുന്ന, കാത്തിരിക്കുന്ന, കാണുന്ന ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഒരു അമ്മയുടെ കൈവെള്ളയിൽ നിന്നൊരു കുഞ്ഞ് പള്ളിമുറ്റത്തോടി നടക്കുമ്പോഴും കുഞ്ഞിനൊരു പ്രശ്നമില്ല. കാരണം എന്താ? ഇത്തിരി ദൂരത്താണെങ്കിലും എൻ്റെ അമ്മ എന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് വലിയ സ്വാതന്ത്ര്യത്തോടു കൂടി ആയിരിക്കും ഓടി നടക്കണേ. കാരണം എന്താ? എന്ത് പ്രശ്നം വന്നാലും ഓടിയെത്താൻ പാകത്തിൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഇതാ ഒരു കുഞ്ഞിൻ്റെ ബലം. ഇതുപോലെ ഈശോ ഞാൻ എവിടെ പോയാലും
എന്നെ കാണുന്നു, കരുതുന്നു എന്നുള്ള ചിന്ത എത്ര സുന്ദരമായിട്ടുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയം അന്നും ഇന്നും എന്നോട് പറഞ്ഞു തരുന്ന കാര്യത, എൻ്റെ കുഞ്ഞെ, നീ ഒറ്റയ്ക്കല്ല, നിന്നെ കാണുന്ന ദൈവമായ ഞാൻ എന്നും നിൻ്റെ കൂടെയുണ്ട്. ഇത് തന്നെയാണ് അന്നത്തെ ബലവും ഇന്നത്തെ എൻ്റെ ബലവും. പിന്നീട് നമ്മൾ ആ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ആ തിരുഹൃദയത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആ ഹൃദയം പുറത്തിരിക്കുന്ന ഒരു ഹൃദയമാണ് അല്ലേ. എല്ലാവരുടെയും ഹൃദയം ഇങ്ങനെ അകത്തിങ്ങനെ പ്രൊട്ടക്റ്റഡാണ്. എന്നാൽ ഈശോയുടെ തിരുഹൃദയം പുറത്ത് വെച്ചിട്ട് നമ്മോട് പറഞ്ഞു തരുന്ന എന്താ? എൻ്റെ മക്കളെ, ഹൃദയമുള്ള ഒരു ദൈവമാണ് ഞാൻ എന്നുള്ളത്. ഇന്ന് ദൈവത്തിന് പോലും ഹൃദയമില്ല എന്ന് മനുഷ്യർ ചോദിക്കുന്നൊരു കാരണം എന്താ? പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അനർത്ഥങ്ങളും ദുരന്തങ്ങളും വേദനകളൊക്കെ വരുന്നത് എന്ന് പറയുമ്പോൾ ഈശോ പറയുക, ദാ എനിക്കൊരു ഹൃദയമുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അതെങ്ങനെയുള്ള ഹൃദയമാണ്? മുള്ളുകൾ കൊണ്ട് ചുറ്റി വരിഞ്ഞിരിക്കുന്ന ഹൃദയം. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയുമായിട്ട് ഈശോയുടെ അടുക്കലെത്തുമ്പോൾ എൻ്റെ വേദനകൾ എത്രത്തോളം ചെറുതാണ് എന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈശോയുടെ തിരുഹൃദയം ഇല്ലേ. ആ ഹൃദയത്തിൽ ഏറ്റവും ആദ്യം തന്നെ നിൽക്കണം എന്താ? ഹൃദയം ചുറ്റി വലിഞ്ഞുകൊണ്ട് ഒരു മുള്ളിൻ്റെ കിരീടമാണ്. പ്രിയപ്പെട്ട പഴയ നിയമത്തിൽ ഇപ്രകാരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. അബ്രാഹാം തൻ്റെ മകനെയും കൊണ്ട് മോറിയ മലയിലേക്ക് ബലിയർപ്പണത്തിനായിട്ട് പോകുമ്പോൾ ദൈവം ആവശ്യപ്പെട്ടതാ, നിൻ്റെ ഈ കുഞ്ഞിനെ എനിക്ക് ബലിയായിട്ട് അർപ്പിക്കണം. ദൈവം തന്നതുകൊണ്ട് തന്നെ ദൈവം ആവശ്യപ്പെട്ടത് നടത്തി കൊടുക്കാൻ അബ്രാഹാം തൻ്റെ കുഞ്ഞുമായിട്ട് മലമുകളിലേക്ക് പോകുമ്പോൾ ഈ കുഞ്ഞ് ഇസഹാക്ക് അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പ ബലിക്കുള്ളതൊക്കെയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട്, എന്നാൽ ബലിക്കുഞ്ഞാട് എവിടെ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അപ്പൻ ഈ മകനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞെ, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. എന്നിട്ട് ഈ മകൻ്റെ കൈകൾ പിന്നിലേക്ക് കെട്ടിയിട്ട് ഈ ബലിക്കല്ലിൽ വെച്ച് വാളിങ്ങനെ ഓങ്ങുമ്പോൾ ദൈവം തടഞ്ഞിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞിൻ്റെ മേൽ കത്തി വയ്ക്കരുത്. എന്നിട്ട് പറയുക, ബലിക്കുള്ള കുഞ്ഞാട് എവിടെ കിടക്കുന്നുണ്ട്? മുള്ളുകളുടെ ഇടയിൽ ബലിക്കുള്ള കുഞ്ഞാട് കിടക്കുന്നുണ്ട്. അതാ പ്രധാനപ്പെട്ട കാര്യം. ബലിക്കുള്ള കുഞ്ഞാട് കിടക്കണ എവിടെയാ? മുള്ളുകൾക്കിടയില. അബ്രാഹാം മുള്ളുകൾക്കിടയിൽ കിടന്ന കുഞ്ഞാടിനെ ബലിയർപ്പിച്ചു. അതാ കുഞ്ഞാടിനെ കുറിച്ചല്ല, അതാ തിരുഹൃദയത്തിൽ ഇങ്ങനെ മുള്ളുകൾ ചുറ്റുവലിഞ്ഞ് കിടക്കുന്ന ഒരുവനെ കാണുന്നില്ലേ? അവനാ നമുക്കുള്ള ബലിക്കുഞ്ഞാട് എന്ന് പിതാവായ ദൈവം നമ്മോട് പറയുക. എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പകരക്കാരനാകുവാൻ ബലിക്കുഞ്ഞാടായി മാറിയവൻ മുള്ളുകൾക്കിടയിൽ കിടക്കുന്നുണ്ട്. അതാണ് ഈശോയുടെ തിരുഹൃദയത്തെ ചുറ്റി വലിഞ്ഞ് കിടക്കുന്ന മുള്ള് എന്ന് തിരിച്ചറിയുക. എത്ര വലിയ സൗഭാഗ്യത്തിൻ്റെ മക്കളാ. എനിക്ക് പകരക്കാരനാകാൻ എൻ്റെ ദൈവം തന്നെ ഇറങ്ങി വന്നിട്ട്, എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാ. കാരണം എങ്ങനെയാ? നിനക്ക് പകരക്കാരനായി ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട്. മുള്ളുകൾക്കിടയിൽ കിടക്കുന്ന കുഞ്ഞാട് അത് ക്രിസ്തുവല്ലാതെ മറ്റാരുമല്ല എന്നറിയുക. പഴയ നിയമത്തിൻ്റെ ആ പ്രതീകം പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതാണ്. കാൽവരിയിൽ ഉയർത്തപ്പെട്ട ചങ്കിനും മുറിവേറ്റ ക്രിസ്തുവെന്ന് തിരിച്ചറിയും. പിന്നീട് നാം കാണുന്നത് ആ തിരുഹൃദയത്തിൽ ഇങ്ങനെ ഒരു കുരിശ് നേരെ നിവർന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. കുരിശ് അതെപ്പോഴും നമുക്ക് വേദനയാണ്. പറ്റുമെങ്കിൽ ഒഴിവാക്കി കിട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ എങ്ങനെയെങ്കിലും കുരിശ് അകന്നു പോകട്ടെ എന്ന് പറയുന്ന മക്കളോട് യേശു പറയുന്ന കാര്യം എന്താ? കുരിശെടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ രക്ഷയില്ല, മഹത്വമില്ല എന്ന് ഓർമ്മപ്പെടുത്തല. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്ന എന്താ? എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ചെയ്യേണ്ടത് എന്താ? തന്നെ തന്നെ പരിത്യജിക്കണം. എന്നിട്ട് എന്ത് വേണം? കുരിശെടുക്കണം.
കുരിശെടുക്കാതെ എൻ്റെ മക്കളെ നമുക്ക് രക്ഷയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈശോയുടെ തിരുഹൃദയം. പക്ഷെ ആ കുരിശെടുക്കാൻ ഒരുവൻ തയ്യാറായാൽ നമുക്ക് കിട്ടുന്ന കരുത്തെന്താ? അഭിഷേകത്തിൻ്റെ കരുത്ത. ആ കുരിശിനെ ചുറ്റിക്കൊണ്ട് നിൽക്കുന്നത് എന്താ? അഗ്നിയാണ്, ജ്വലനമ, ആത്മാവ. ഇതാ കുരിശെടുക്കാൻ നീ തയ്യാറായാൽ നിന്റെ കുരിശിനെ അഭിഷേകമാക്കി മാറ്റാൻ ഞാൻ എന്ത് തരും? എൻ്റെ ആത്മാവിനെ നിനക്ക് തരും എന്നുള്ളതാ തിരുഹൃദയം നമ്മോട് പറയുന്നത്. അപ്പോൾ കുരിശെടുക്കണം, അല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ ആ കുരിശ് നീ പ്രാർത്ഥനയോടെ സ്വീകരിക്കാൻ തയ്യാറായാൽ കുരിശിനെ നിറമുള്ളതാക്കി മാറ്റുന്ന ആത്മാവിൻ്റെ അഭിഷേകം നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കുമെന്ന തിരുഹൃദയം നമ്മോട് പറയുന്ന അഗ്നിയ. ഈ അഗ്നിയുടെ പ്രത്യേകത എന്താ? അതിനെ താഴ്ത്തിക്കെട്ടാൻ പരിശ്രമിച്ചാലും ജ്വലിച്ച് നിൽക്കുന്നത്, ഉയർന്നു നിൽക്കുന്നത് അഗ്നി. കുരിശുകൾ നമുക്ക് നൽകുന്നവർ കരുതും എന്ത്? ആ കുരിശ് നിനക്ക്, പണി നിനക്ക് കിട്ടിയാൽ നിന്റെ ജീവിതവും നിന്റെ കുടുംബവും ഒക്കെ തകർന്നെന്ന്. എന്നാൽ ആ കുരിശിനെ നീ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ എടുക്കാൻ തയ്യാറായാൽ നിന്റെ കുരിശനുഭവങ്ങളെ ഇത്രത്തോളം കൃപയുള്ളതാക്കി നിറമുള്ളതാക്കി മാറ്റുന്ന ആത്മാവിൻ്റെ ചൈതന്യം അതിങ്ങനെ ജ്വലിച്ച് നിൽക്കും. ഏതൊരുവൻ താഴ്ത്തിക്കെട്ടാൻ നോക്കിയാലും ഇല്ലേ, അഗ്നിയുടെ പ്രത്യേകത എന്താ? അഗ്നിയെ കെടുത്തിക്കളയാൻ വേണ്ടി താഴ്ത്തിപ്പിടിച്ചാലും അഗ്നിനാളം മുകളിലേക്ക് തന്നെ ഉയർന്നു നിൽക്കും. ഏതൊരുവൻ താഴ്ത്തിപ്പിടിക്കുന്നുവോ അവൻ്റെ കൈ പൊള്ളിക്കുമെന്നല്ലാതെ ആ അഗ്നി കൂടുതൽ കരുത്തോടുകൂടെ ഇങ്ങനെ ആന്തി കത്തും എന്ന് മാത്രമാണ്. എത്രത്തോളം നീ താഴ്ത്തിപ്പിടിക്കുന്നുവോ അത്രത്തോളം അത് ഉയർന്ന് കത്തും എന്നുള്ളതാ അഗ്നിയുടെ പ്രത്യേകത. നീ നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ നൽകുന്ന കുരിശുകളാകട്ടെ, നിന്റെ ജീവിതം നിനക്ക് സമ്മാനിക്കുന്ന കുരിശുകളാകട്ടെ, അവയെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ സ്വീകരിക്കുവാൻ തയ്യാറായാൽ ഉറപ്പ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിന്റെ കുരിശ് അനുഭവങ്ങൾ അത് കുറേ കൂടി നിന്നെ വിശുദ്ധീകരിക്കും, കരുത്തുള്ളവനാക്കി മാറ്റും, കാമ്പുള്ളവനാക്കി മാറ്റും. പിന്നെ നാം കാണുന്നത് ആ തിരുഹൃദയത്തിൽ ആഴത്തിലുള്ളൊരു മുറിവ. ആ മുറിവെന്താ? അത് വാതില. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുക. അടച്ചു വെച്ചിരിക്കുന്ന ഒരു ഹൃദയമല്ല നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയം, മറിച്ച് തുറന്നു വെച്ചിരിക്കുന്ന ഹൃദയമാണ്. എത്ര വലിയ വീടാണെങ്കിലും വാതിലുകൾ അടച്ചിട്ടാൽ അകത്ത് കയറാൻ ആർക്കെങ്കിലും പറ്റോ? ഇല്ല. എന്നാൽ തുറന്നിട്ട വാതിലുള്ളൊരു വീട്ടിലാണെങ്കിൽ ആർക്കും വന്ന് കയറാൻ പറ്റും. ഇതുപോലെ ഏതൊരുവനെയും സ്വാഗതം ചെയ്തുകൊണ്ട് തൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ അന്ന് തുറക്കപ്പെട്ടതാ കാൽവരിയിൽ. ആ ഹൃദയത്തിൻ്റെ വാതിൽ ഇന്നും അടയ്ക്കാതെ അവൻ നമ്മെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് തിരുഹൃദയം നമ്മോട് പറയുന്ന സുവിശേഷം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഒന്നും നോക്കിയിട്ടില്ല, നമ്മുടെ കഴിവുകളോ നമ്മുടെ മേന്മകളോ മഹത്വം ഒന്നും നോക്കിയിട്ടല്ല അവൻ വാതിൽ തുറന്നിരിക്കുന്നത്. ആഗ്രഹിക്കുന്ന ഏതൊരുവനും വരുവാനും അകത്തിരിക്കാനും ഇടം നൽകുന്നതാണ് അവൻ്റെ തിരുഹൃദയം. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്താ? തുറന്നിട്ട ആ വാതിലിലൂടെ അവൻ്റെ വിസ്മയ ലോകത്തിലേക്ക്, കൃപയുടെ ലോകത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള എൻട്രി പോയിൻ്റാണെന്ത്? ഈശോയുടെ തിരുഹൃദയം. ആ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ ഉറപ്പാണ് നമുക്കും മുറിവുകൾ പറ്റും. കാരണം എന്താ? ആ ഹൃദയത്തിൽ മുറിവുകളുണ്ട്, മുള്ളുകളുണ്ട്. അതിനോട് ചേർന്നിരിക്കുന്നവർക്കൊക്കെ ആ മുള്ളിൻ്റെ കയ്പ് അല്ലെങ്കിൽ വേദന ലഭിക്കും. പക്ഷെ കയ്പുകൾ ഔഷധമാണ്, സുഖപ്പെടുത്തുന്നതാണെന്ന് വിളിച്ചു പറയുന്നതാണ് അവൻ്റെ ഹൃദയം. ലോഞ്ചിയോസ് എന്ന ഭടൻ അവൻ്റെ ചങ്ക് പിളർന്നുകൊണ്ട് കുന്തമിങ്ങനെ കുത്തിയിറക്കുമ്പോൾ ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ചിത്രത്തിൽ നമ്മൾ കണ്ടില്ലേ? പാതി മങ്ങിപ്പോയ കാഴ്ചയുള്ള ലോഞ്ചിയോസ് കർത്താവിൻ്റെ ചങ്ക് പിളർക്കുമ്പോൾ അതിൽ നിന്ന് അവസാനത്തെ ഈ രക്തത്തുള്ളികളും വെള്ളവും ഇങ്ങനെ ചിതറിത്തെറിച്ച് ഒരു തുള്ളി അവൻ്റെ മിഴികളിലും വീഴുന്നുണ്ട്. അവനിങ്ങനെ കണ്ണു പൊത്തിയിട്ട് വീണ്ടും കണ്ണ് തുറക്കുമ്പോൾ പൂർണ്ണ കാഴ്ചയുള്ള മനുഷ്യനായിട്ടാണ് മാറുന്നേ.
എന്നിട്ട് അവൻ വിളിച്ചു പറയുന്നുണ്ട്, ഇവൻ യഥാർത്ഥത്തിൽ രക്ഷകനാണ്, ദൈവമാണ്, സുഖപ്പെടുത്തുന്നവനാണ്. കുത്തി മുറിവേൽപ്പിച്ചവന് പോലും സൗഖ്യത്തിൻ്റെ ലേപനമായി, മരുന്നായി മാറി എന്നുള്ളതാണ് ഈശോയുടെ തിരുഹൃദയം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്കും ആ ഹൃദയത്തോട് ചേർന്നിരിക്കാം. ആ ഹൃദയത്തിൻ്റെ കരുത്ത് നമ്മുടെ ബലമായി, ശക്തിയായി മാറട്ടെ.